എന്റെ നന്ദിനി ഇവിടുന്ന് പറഞ്ഞു വിട്ടല്ലേ? നിങ്ങൾ എല്ലാരും കൂടി ദ്രോഹിച്ചു കുറ്റപ്പെടുത്തി ഇവിടുന്ന് ഇറക്കി വിട്ടല്ലേ? ഓ, അവസാനം പറഞ്ഞ് നന്ദിനി ഇവിടുന്ന് പോയെന്ന് അളിയൻ വിശ്വസിച്ചല്ലോ. നമ്മൾ ഇത്രയും പേര് ഇവിടെ നിന്ന് അവനോട് പറയുമ്പോഴും വിശ്വാസം വരുന്നില്ല. പക്ഷെ അവന്റെ കൂട്ടുകാരന്റെ ഭാര്യ അവന്റെ പെങ്ങള് വന്ന് പറഞ്ഞപ്പോ അവൻ വിശ്വസിച്ചു. സൂര്യ, നിന്റെ മനസ്സിൽ ഞങ്ങളോട് മുഴുവൻ വെറുപ്പാണെന്നറിയാം. അതുകൊണ്ടാ നന്ദിനി പോയി എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടും നീ വിശ്വസിക്കാതിരിക്കുന്നത്. പക്ഷെ ആരതി പറഞ്ഞപ്പോ എല്ലാം നിനക്ക് ബോധ്യമായല്ലോ അല്ലേ? ആരതി പറഞ്ഞു. പക്ഷേ നന്ദിനി എങ്ങനെ ഇവിടുന്ന് പോയെന്ന് ആരതി പറഞ്ഞിട്ടില്ല. നന്ദിനി ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ നിങ്ങളെല്ലാം തന്നെയാ. ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചോ? സൂര്യ ഇവിടുന്ന് എഴുന്നേക്കും. ഒരിക്കൽ കൂടി എന്റെ ജീവിതം എറിഞ്ഞു കൊടുത്തത് നിങ്ങളാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ട എല്ലാവരോടും ഞാൻ പകരം ചോദിച്ചിരിക്കും. ഭ്രാന്താണ് ഇവന്. കാലിൽ മരുന്ന് വെച്ച് ഇട്ടുകയല്ല വേണ്ടത്, ചൊങ്ങലൊക്കെ ഇടുക. അതെ, എന്റെ നന്ദിനിയെ കാണാതെ എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. കാണോ നിങ്ങക്ക്? കാണോ? സൂര്യ, എന്താ ഈ കാണിക്കുന്നത്? ഇവൻ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നേ? ഒരൊറ്റ എണ്ണ എന്റെ മുകളിൽ ഇരിക്കണ്ട. എന്റെ നന്ദിനിയെ പറഞ്ഞു വിട്ടാ ഒരൊറ്റ എണ്ണത്തിന് എനിക്ക് കാണണം. ഇറങ്ങിപ്പോ, ഇറങ്ങാൻ, ഇറങ്ങിപ്പോ, ഇറങ്ങിപ്പോ, ഇറങ്ങിപ്പോ. മമ്മി, ഇവൻ ഇത്രയും നേരമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. വിജയ്, പോയി ഭക്ഷണം എടുത്തോണ്ടോ. ശരി. എന്നെ ഭക്ഷണം കഴിപ്പിക്കാൻ നോക്കണമെന്ന് ഞാൻ പറഞ്ഞാണ്. എന്റെ അടുത്തേക്ക് ആരെങ്കിലും വന്നാ വരുന്നവരെ തീർക്കും ഞാൻ. ഇറങ്ങിപ്പോ. നന്ദിനി, 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 നന്ദിനി. എന്റെ സൂര്യ സാറിനെ എനിക്ക് കാണണം. എനിക്ക് സാറിനോട് സംസാരിക്കണം. ഒരേ ഒരു തവണ എനിക്ക് സാറിനെ കണ്ടേ പറ്റൂ. സൂര്യ സാറിനെ എനിക്ക് കാണണം. സൂര്യ സാറിനെ എനിക്ക് കാണണം. സൂര്യ സാറിനെ എനിക്ക് കാണണം. സൂര്യ സാറിനെ എനിക്ക് കാണണം. എന്റെ സൂര്യ സാറിനെ എനിക്ക് കാണണം. എന്റെ സൂര്യ സാറിനെ എനിക്ക് കാണണം. സൂര്യ സാറിനെ എനിക്ക് കാണണം. എനിക്ക് സൂര്യ സാറിനെ കാണണം. എന്റെ സൂര്യ സാറിനെ എനിക്ക് കാണണം. എനിക്ക് സൂര്യ സാറിനെ കാണണം. എനിക്ക് സൂര്യ സാറിനെ കാണണം. എനിക്ക് സൂര്യ സാറിനെ കാണണം. ഇങ്ങോട്ടോ. അവന് വേണമെങ്കിൽ അവൻ കഴിക്കട്ടെ. സൂര്യ, ഇനി ഇതിനെ നീ തട്ടിക്കളയാൻ നിൽക്കണ്ട. ഇനി പട്ടിണി കിടന്നാലേ അവളെ വിളിച്ച് കരയാനോ എഴുന്നേൽക്കാനോ നിനക്ക് പറ്റില്ല. കഴിക്ക, കഴിക്കാൻ. സൂര്യ, ഇറങ്ങല്ലാരും. നീ എന്തുവാടാ ഈ കാണിക്കുന്നത്? ഇങ്ങനെയൊക്കെ കാണിച്ചാ ഞങ്ങളങ്ങ് ഭയപ്പെട്ട് പിന്മാറുന്നാണോ? ഈ രണ്ട് കാലം നേരെ വെച്ച് നിൽക്കുമ്പോ നിന്നെ ഞാൻ ഭയപ്പെട്ടിട്ടില്ല. പിന്നെയാണോ ഈ അവസ്ഥ കിടക്കുമ്പോ? മരുന്നും ഭക്ഷണവും കഴിക്കാൻ നീ തയ്യാറായില്ലെങ്കിൽ തിരിച്ച് നിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യാൻ എനിക്ക് നന്നായിട്ട് അറിയാം.
അവിടെ ഇതൊക്കെ കഴിപ്പിക്കുന്നവരെ കൂടെ നിർത്താനേ അറിയാം. ഏയ്!